നമ്മൾ ഈ മുഹമ്മദ് അലി ജിന്ന എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക ഒരു തീവ്രവാദി അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നുള്ള ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി വാദിച്ച ഒരു വർഗീയവാദിയാണ്. എന്നാൽ ഈ ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് ശരിക്കും പഠിക്കാത്തതുകൊണ്ടുള്ള ഒരു ഞാൻ മാത്രമാണ്. ഈ അടുത്ത് ബി.ജെ.പി നേതാവും അലിഗഡ് എം.പിയുമായ സതീഷ് കുമാർ ഗൗതം അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. ആ കത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു: യൂണിവേഴ്സിറ്റിയിലുള്ള മുഹമ്മദ് അലി ജിന്നയുടെ ചുമർ ചിത്രം നീക്കം ചെയ്യണമെന്ന്. എന്നാൽ ഇത് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ജിന്നയെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞു വെച്ചത് പോലും പറയാൻ ഇപ്പോൾ ആരും തയ്യാറാവുന്നില്ല. എനിക്ക് ആ സരോജിനി നായിഡു പറയുന്നുണ്ട്, ഇന്ത്യൻ ദേശീയ നേതാക്കളുടെ ചരിത്രം ജിന്നയുടെ അഭാവത്തിൽ അപൂർണമാണെന്ന്. 2005 തൻ്റെ ജന്മദേശമായ പാകിസ്ഥാനിലെ സ്ഥലം സന്ദർശിച്ച സമയത്ത് എൽ.കെ. അദ്വാനി അവിടുന്ന് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ജിന്നയല്ല പാകിസ്ഥാന്റെ രൂപീകരണത്തിന് കാരണമെന്നും, എന്നാൽ അദ്ദേഹം തീർത്തും ഒരു മതേതരവാദിയായിരുന്നു എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് എൽ.കെ. അദ്വാനിക്ക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം വരെ നഷ്ടമായത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഈ ചരിത്രം മറക്കർഷിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. 1913-20 കാലഘട്ടങ്ങൾക്കിടയിൽ ലീഗിനെയും കോൺഗ്രസിനെയും ഒന്നിപ്പിക്കുന്നതിനുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു ജിന്ന ഉണ്ടായിരുന്നത്. ആൾക്കാർ പറയുന്നത് പോലെ, ജനങ്ങൾ പറയുന്നത് പോലെ അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നുവെങ്കിൽ, മതേതരവാദി അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇതിനൊന്നും മുതിരേണ്ട ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിന്. ഇതിന്റെ ഫലമെന്നോണം ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം മത ഐക്യം വളരെയധികം ശക്തിപ്പെട്ടു. അതിന്റെ ഫലമെന്നോണമാണ് പിന്നീട് വരുന്ന ബലിപെരുന്നാളിൽ ബലിയിൽ പശുക്കളെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായി. അതേപോലെ തന്നെ ഹിന്ദു നേതാക്കന്മാർ മുസ്ലിം പള്ളികളിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു. അതിൽപ്പെട്ടതായിരുന്നു അന്ന് ഡൽഹി ജുമാ മസ്ജിദിൽ പ്രസംഗം നടത്തിയത് പിൽക്കാലത്ത് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ച സ്വാമി ശ്രദ്ധാനന്ദയായിരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്ത്യൻ ദേശീയ ചരിത്രത്തിൽ മറ്റൊരാൾക്കും സംഭാവന ചെയ്യാൻ പറ്റാത്ത മതസൗഹാർദ്ദവും ജനകീയതയും ജിന്നക്കുണ്ട്. ഒരുപക്ഷെ ഗാന്ധിയെക്കാളും നെഹ്റുവിനേക്കാളും പട്ടേലിനേക്കാളും രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ഒരു സർഗപ്രതിഭ കൂടിയായിരുന്നു ജിന്ന എന്ന് പറയാൻ പറ്റും. ജിന്ന മതത്തെ വളരെ സ്വകാര്യമായി വെക്കുകയും എന്നാൽ രാഷ്ട്രീയത്തെ മറ്റൊരു തട്ടിൽ കാണുകയും ചെയ്യാൻ ശ്രമിച്ച ആളായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധി ഹിന്ദുമതത്തിലെയും ബുദ്ധമതത്തിലെയും മൂല്യങ്ങൾ കൂട്ടിക്കൊണ്ട് ഒരു രാഷ്ട്രീയവാദം മുന്നോട്ടേക്ക് വെച്ചപ്പോൾ അത് നടപ്പിൽ വരില്ലെന്നും അതൊരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള പോക്കാണെന്നും ജിന്ന വാദിച്ചത്. അതുകൊണ്ടായിരുന്നു ജിന്ന സംവരണത്തിന് ബദലായിട്ട് പ്രത്യേകമായ പ്രവിശ്യകൾ വേണമെന്ന ആശയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഗാന്ധിയുടെ ദേശസംഘങ്ങൾക്കപ്പുറം പ്രത്യേക നിയോജക മണ്ഡലം, വ്യത്യസ്തമായ പ്രതിനിധാനം, ഫെഡറൽ ഭരണം തുടങ്ങിയ പ്രായോഗികമായ ആശയങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നതും ഇത് മുന്നോട്ട് വെക്കുന്നതും. എന്നാൽ ഇതിനെ രണ്ട് രാജ്യങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കുന്നതും 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അവിടെ നടത്തുന്നതും ബ്രിട്ടീഷിന്റെയും കോൺഗ്രസ്സുകാരുടെയും കളിയായിരുന്നു. ഇതിന് ജിന്നയെ ഒരു ബലിയാടാക്കുക മാത്രമാണ് അവരവിടെ ചെയ്തത്. ആ ചരിത്രമാണ് നമ്മൾ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സത്യം.